ആദ്യമായി ഇക്കാര്യം കേരളത്തിൽ തുറന്നു പറയുന്ന കോൺഗ്രസിലെ നേതാവ് പത്മജ വേണുഗോപാൽ അല്ല. നേരത്തെ എറണാകുളത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറി തൊടുന്ന ആളായതുകൊണ്ട് എനിക്ക് മേയർ സ്ഥാനം ലഭിച്ചില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ രീതിയിൽ എന്തൊക്കെയോ പരാമർശങ്ങൾ അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ ഇക്കാര്യം ഹിന്ദു ആയതുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആദ്യത്തെ നേതാവ് അത് പത്മജ വേണുഗോപാൽ അല്ല. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറി കാസർഗോഡ് എത്തുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നെറ്റിയിലെ കുറി മായ്ക്കേണ്ടി വരുന്നത്. അതിന് ഉണ്ണിത്താൻ പറയുന്ന ന്യായീകരണമൊക്കെ നിലനിൽക്കുന്നതല്ല എന്നുള്ള സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. എത്രയോ കാലമായി കറുത്ത കുറി തൊട്ട് കൊട്ടാരക്കരയിലെ കുറി തൊട്ട് മാത്രം കണ്ടിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എത്തിയപ്പോൾ ഉണ്ണിച്ചയായി മാറി. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിച്ചയായി മാറുകയും ഉണ്ണിച്ച കുറി മായ്ക്കുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ, TN പ്രതാപനെ പോലെ ഈ കോൺഗ്രസിന്റെ നേതാക്കളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ മുസ്ലിം പ്രീണനം നടത്തുക എന്നുള്ളതാണ്. അത് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണാം. അത് രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും രാഷ്ട്രീയ മൃഷ്ടാന്നം എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനത്തിലാണ് എന്നുള്ളത് എത്രയോ കാലമായി നമുക്ക് അറിയുന്നതാണ്. അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണല്ലോ മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യാവകാശി മുസ്ലിങ്ങളാണ് എന്ന് പ്രസംഗിച്ചത് ആരാ? പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. സംഘടിതമായിട്ടുള്ള മതന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. ആ മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഷബാനു കേസിന്റെ വിധി വന്ന സമയത്ത് മൃഗീയമായ ഭൂരിപക്ഷം പാർലമെന്റിൽ ഉപയോഗിച്ചുകൊണ്ട് ആ നിയമത്തെ മാറ്റിമറയ്ക്കുന്ന സമീപനം രാജീവ് ഗാന്ധി സ്വീകരിക്കുകയും അതിന്റെ വലിയ അലയൊലികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. ഇതൊക്കെ സേനാപതി വേണുവിന് അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഷാനിമോൾ ഉസ്മാനെതിരായി അദ്ദേഹം പറഞ്ഞ കാര്യം അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ ഒന്ന് അദ്ദേഹം മയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ട്രപ്പീസ് കളിക്കാരന്റെ ഒരു മെയ്വഴക്കത്തോടുകൂടി സേനാപതി വേണു അദ്ദേഹം അത് എന്താ പറയുക ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ അദ്ദേഹം ഉന്നയിച്ചത് ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് BJP-യുടെ ലിസ്റ്റിൽ എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. BJP ആകെ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് 12 സ്ഥാനാർത്ഥികളെയാണ്. ആ 12-ൽ 3 പേർ സ്ത്രീകളാണ്. 12 സ്ത്രീകളെ BJP പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 3 പേർ സ്ത്രീകൾ. കോൺഗ്രസ് 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കേവലം ഒരാളാണ് സ്ത്രീ ആയിട്ടുള്ളത്. CPM 15 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കേവലം 2 പേരാണ് സ്ത്രീകളായിട്ടുള്ളത്. നോക്കൂ, ഞങ്ങൾ ഇനിയും 4 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയാണ്. അപ്പൊ 12 സീറ്റിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ 3 സ്ത്രീകൾക്ക് ഇവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. രാഷ്ട്രീയമായി അതിനനുകൂലമായിട്ടുള്ള സാധ്യത വരുന്ന സമയത്ത് ഞങ്ങൾ അതിൽ കൂടുതൽ പേർക്ക് സീറ്റ് കൊടുക്കും, ഒരു സംശയവും വേണ്ട. കാരണം വനിതാ സംവരണ ബില്ല് ഒരു കമ്മിറ്റ്മെന്റായി രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകളോടുള്ള ഞങ്ങളുടെ കമ്മിറ്റ്മെന്റായി ഞങ്ങളത് പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തതാണ്. എത്രയോ ദശാബ്ദക്കാലമായി ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളുടെ ആ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പാട്രിയാർക്കൽ സമീപനമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ സ്വഭാവം കാരണം നമ്മുടെ രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാകാതെ പോയിട്ടുള്ള വനിതാ സംവരണ ബില്ല് ആർജവത്തോടുകൂടി പാസ്സാക്കിയെടുത്ത നേതാവിന്റെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ്. അദ്ദേഹം സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. അദ്ദേഹത്തിന്റെ എല്ലാ നയപരിപാടികളിലും ഭരണപരമായിട്ടുള്ള സമീപനങ്ങളിലും ഒരു സ്ത്രീ സൗഹൃദ സമീപനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഉജ്ജ്വല യോജനയാണെങ്കിലും, ശുചിത്വ ഭാരത്, സ്വച്ഛ ഭാരത് പദ്ധതിയാണെങ്കിലും, ടോയ്ലറ്റ് നിർമ്മാണമാണെങ്കിലും, ജൻ ഔഷധി മൂലമുള്ള നാപ്കിൻ വിതരണമാണെങ്കിലും എല്ലാം ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം തന്റെ സഹോദരിമാരെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്, അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തുടങ്ങുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ റേഷൻ കാർഡുകളിൽ ആദ്യമായി ഗൃഹനാഥയുടെ പേരിൽ റേഷൻ കാർഡ് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അങ്ങനെ ഇന്ത്യൻ സ്ത്രീക്ക് കരുത്ത് നൽകിയത്, അവൾക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള കരുത്ത് നൽകിയത്, ഒരുപക്ഷെ ഭർത്തൃ വീട്ടുകാരുടെ പീഡനങ്ങളിൽ നിന്ന് പോലും രക്ഷ നേടാനുള്ള ഒരു ആയുധമായി അവളെ വീട്ടിൽ നിന്നും ആരുമില്ലാത്തവരായി അടച്ചിറക്കാനുള്ള ഭർത്തൃ വീട്ടുകാരുടെ ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം ഇപ്പൊ എന്താണെന്ന് സേനാപതി വേണുവിന് അറിയോ? കാരണം ആ വീട്ടിലെ ഗൃഹനാഥയുടെ പേര് ആണ് ഇപ്പൊ റേഷൻ കാർഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിൽ ഗൃഹനാഥയുള്ള പേരുള്ള ആൾ ആ കാർഡ് അവർ വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ റേഷൻ കിട്ടാത്ത സാഹചര്യം നരേന്ദ്രമോദി ഉണ്ടാക്കി.